ഓണം ഇങ്ങെത്താറായി. 2 മാസം തികച്ചില്ല ഇനി. ഓണത്തിന് സദ്യ, അതുപോലെ തന്നെ പായസം, അത്തപ്പൂക്കളം, അതിലെല്ലാം ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നെപ്പോലെ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ കാണും സിനിമകൾക്ക് വേണ്ടി കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകൾ ഇറങ്ങുന്ന ഒരു സീസണാണ് ഓണം സീസൺ. 2020 ശേഷം 2023 മാത്രമാണ് ഒരു ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇറങ്ങുന്ന സിനിമകൾ നല്ലതാവാറുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ AR മങ്കേഷ്കറിൻ്റെ കണ്ടോ നല്ല കളക്ഷൻ അടിച്ചതാണ്. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുൻപും ആ ഒരു ചർച്ചയും ആ ഒരു ത്രില്ലും ഒക്കെ തോന്നിച്ചത് ആകെ 2023 മാത്രമാണ്. അന്ന് കിങ് ഓഫ് കൊത്ത, RDX, ബോസ് ആൻഡ് കോ ഈ 3 സിനിമകളാണ് ഇറങ്ങിയത്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് RDXന് മാത്രം പോസിറ്റീവ് വരികയും മറ്റേത് രണ്ടും നെഗറ്റീവ് പോയിട്ട് വൻ തോൽവി, കൂറ റിവ്യൂസാണ് വന്നത്. സത്യമാണ്, രണ്ടും ഒന്നിനും കൊള്ളാത്ത സിനിമകളായിരുന്നു. അങ്ങനെ കുറേ നാളിന് ശേഷം 2023 കവച്ചു വെക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് 25-ൽ ഇതുവരെ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യലി തന്നെ, അതായത് പബ്ലിക്കിലേക്ക് ഒഫീഷ്യലി ഡേറ്റ് അനൗൺസ് ചെയ്തില്ലെങ്കിൽ പോലും തിയേറ്ററുകാർക്കൊക്കെ ഒഫീഷ്യൽ കൺഫർമേഷൻ കൊടുത്തു ഒരു മാസമൊക്കെ മുമ്പേ തന്നെ ഈ സിനിമകൾ. മലയാളത്തിൽ നിന്ന് 5 സിനിമകളാണ് റിലീസിനുള്ളത്. തമിഴിൽ നിന്നൊരു സിനിമ, ഇംഗ്ലീഷിൽ നിന്നൊരു സിനിമ. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 5 വരെ, ആ ഒരാഴ്ച, ഈ ഓഗസ്റ്റ് 28 ഒരു വ്യാഴാഴ്ചയാണ്, സെപ്റ്റംബർ 5 ഒരു വെള്ളിയാഴ്ചയാണ്. ഈ ഒരു 2 വീക്കെൻഡിലാണ് പ്രധാനമായിട്ടും ഓണം സിനിമകൾ ഇറങ്ങുന്നത്. ഒരു ക്ലാഷ് ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് ഓണത്തിനാണ്. കാരണം പിന്നെ നമ്മുടെ കൂടെയുള്ള പ്രധാനമായിട്ടുള്ള 2 അല്ലെ 3 ഫെസ്റ്റിവൽ സീസൺ, 1 ക്രിസ്മസ്, പിന്നെ 2 ഈദ്, 3 വിഷു. ഇപ്പോൾ ഈ വിഷുവും ഈദിലും പറ്റിപ്പോകുന്നത് എന്നാന്ന് വെച്ചാൽ അത് ഓൾറെഡി ഒരു വെക്കേഷൻ സീസണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ടൊരു ത്രില്ലൊന്നും കാണത്തില്ല. കാരണം ഓൾറെഡി അവധിയാണ്. പിന്നെ അതുമാത്രമല്ല വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഓരോ വീക്കെൻഡിലും ഒരു വലിയ സിനിമകൾ കാണും. അതിനൊരു ഫെസ്റ്റിവൽ ആവണമെന്നില്ല. ആ വെക്കേഷൻ മൊത്തം ഒരു ഫെസ്റ്റിവൽ പോലെയാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തുന്ന സമയം. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ക്രിസ്മസ് കൊണ്ടാടുന്നത് കൊണ്ട് തന്നെ പല ഭാഷകളിലുള്ള വലിയ സിനിമകൾ ചാർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഈ കേരളത്തിലുള്ളവർ ഈ വാരിക്കോരി പുറം രാജ്യത്തെ ആയാലും ശരി, പുറം അന്യ സംസ്ഥാനത്തിനായാലും സിനിമകൾക്ക് സ്ക്രീൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മലയാള സിനിമകൾ കുറയും. ഇപ്പം 2023 സലാർ എന്ന് പറഞ്ഞൊരു ഒറ്റ സിനിമ വെച്ചുകൊണ്ട് തന്നെ 2-3 സിനിമകളാണ് പോസ്റ്റ്പോൺ ആയിപ്പോയത്. നേര് മാത്രമാണ് ആകെ സലാറിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന്. വേറെ ഒരു സിനിമ പോലും ഇല്ല. ഒരു ഫെസ്റ്റിവൽ സീസൺ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സിനിമ പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പം എപ്പോഴും ഒരു ഇംഗ്ലീഷിൽ നിന്ന് ഒരു വലിയ സിനിമ, ഹിന്ദിയിൽ നിന്ന് ഒരു വലിയ സിനിമ, തമിഴിൽ നിന്നൊരു വലിയ സിനിമ കാണും. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് 1-2 സിനിമകൾ മാത്രമേ കാണൂ. വല്ലപ്പോഴും മാത്രമാണ് അങ്ങനെ സംഭവിക്കാത്തത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇത്തവണെങ്കിലും. പക്ഷേ ഈ ഓണം നമ്മുടെ മാത്രം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു പ്രതീക്ഷയും പരിപാടികളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സിനിമകളാണ് ഇറങ്ങുന്നത്. വേറെ ആരും നമുക്ക് ക്ലാഷിനും ഒന്നും വരാനില്ല. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞില്ല, ഇത്രയും സിനിമകളാണ്. അതിൽ തന്നെ ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സ്റ്റാറിൻ്റെ സിനിമയായ ഹൃദയപൂർവ്വമാണ്. മോഹൻലാൽ, ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമ. ഏറ്റവും വലിയ ഹൈലൈറ്റ് സത്യനന്ദിക്കാടാണ് ഈ സിനിമയുടെ സംവിധായകനും ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകനായ വരനയാവശ്യമുണ്ടൊക്കെ എടുത്ത അനൂപ് സത്യൻ ഇതിൻ്റെ കോ ഡയറക്ടറായിട്ടുണ്ട്. ഒരു പക്ക സത്യനന്ദിക്കാട് പരിപാടിയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് പരിപാടിയാണ്. കോമഡിക്കും ഇമോഷൻസിനൊക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമയാണ്. മോഹൻലാലിന് ഒരു പ്രേമലു ആവാം ഇതെന്നൊക്കെയാണ് അനൂപ് സത്യനും അവരുടെ ഗ്യാങ്ങൊക്കെ പറയുന്നത്. അത് ആ ഒരു കോമഡി ജോണറിലാണ്. അതിന് ഏറ്റവും വലുത് മോഹൻലാലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇതിൽ അഭിനയിക്കുന്നത് സംഗീത് പ്രതാപാണ്. പ്രേമലു അതേപോലെ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളൊരു സാധനം അവിടെ തന്നെ വരികയാണ്. നായികയായിട്ടുള്ളത് മാളവിക മോഹനാണ്. പിന്നെ സംഗീതമുണ്ട്, പഴയ നടി. അപ്പോൾ അതാണ്, ഇതൊരു കോമഡി പരിപാടിയാണ്. ഒരു ഫാമിലീസിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇതായിരിക്കും. ഈ സിനിമയ്ക്ക് പോസിറ്റീവ് വരുവാണെങ്കിൽ ഒന്നാമത്തെ മോഹൻലാലിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈം, അതിൻ്റെ കൂടെ ഫാമിലി പരിപാടി സത്യനന്ദിക്കാട് സിനിമ ആയതുകൊണ്ട് ഫാമിലീസിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഹൃദയപൂർവ്വമായിരിക്കും. ഈ സിനിമ ഓഗസ്റ്റ് 28 ചാർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ ലോക എന്ന് പറയുന്ന സിനിമയാണ്. വെയ്ഫെററിൻ്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്, മലയാളത്തിൽ നിന്നൊരു ഒഫീഷ്യൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്, വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന് ശേഷം വെയ്ഫെറർ സിനിമാറ്റിക് യൂണിവേഴ്സ്. ദുൽഖറാണ് പ്രൊഡക്ഷൻ. സിനിമയുടെ പേര് ലോക. തരംഗത്തിന് ശേഷം ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നസ്ലൻ, കല്യാണി പ്രിയദർശൻ ഇവർ രണ്ടുപേരുമാണ് ലീഡ് റോൾസ് ചെയ്യുന്നത്. ടൈറ്റിൽ ക്യാരക്ടറായിട്ട് കല്യാണി പ്രിയദർശനാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് സിനിമയുടെ പേര്. ചന്ദ്രയായിട്ട് കല്യാണിയാണുള്ളത്. ഒരു സൂപ്പർ പവറൊക്കെ ഉള്ളൊരു വേഷമാണ് കല്യാണി ചെയ്യുന്നത്. ആക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നൊരു സിനിമയാണ് ലോക. ഓൾറെഡി ഇതിലെ ക്യാമിയോകളെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഒഫീഷ്യൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ദുൽഖറും ടൊവിനോയൊക്കെ ഇതിലുണ്ടെന്ന് റൂമേഴ്സ് ഉണ്ട്. പാർട്ട് 2, പാർട്ട് 3 യൂണിവേഴ്സ് ആണല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഒരു സൈഫൈ ആ ജോണറൊക്കെ വേണേൽ പറയാം, ഒരു ഫാൻറ്റസി സൈഫൈ പരിപാടിയാണ്. ഉറപ്പായിട്ടും ഫസ്റ്റ് ഒരു ഇനീഷ്യൽ പുള്ളി ചെയ്യാൻ പറ്റുന്ന സിനിമ ലോകം തന്നെ ആയിരിക്കും. ഇതും ഓഗസ്റ്റ് 28 അപ്പോൾ ഹൃദയപൂർവ്വത്തിനൂടെ കമ്പയർ ചെയ്താൽ
ഫാൻ ഷോസ് ഇപ്പോൾ ലാലേട്ടൻ വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഡേ കളക്ഷൻ അടിക്കുന്ന ലോകയൊക്കെ ആയിരിക്കും. ബാക്കിയൊക്കെ റിവ്യൂസ് വെച്ചിട്ടിരിക്കും. ഇത് ബാക്കി റിവ്യൂസ് വെച്ചിട്ടിരിക്കും. ഫസ്റ്റ് ഇനീഷ്യൽ കാര്യവും മാത്രമാണ് പറയുന്നത്. കാരണം പിള്ളേരെ ആകർഷിക്കാൻ പറ്റുന്ന പരിപാടിയാണിത്. കോമഡിയാണ് മെയിൻ. അതിൻ്റെ കൂടെ തന്നെ ഫാൻറ്റസി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ ക്യാമിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊരു ഞാണിന്മേൽക്കളിയാണ് ഈ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ. ഇദ്ദേഹത്തിന് തന്നെ തരംഗം കൊച്ചു സിനിമയാണെങ്കിൽ പോലും അതൊരു എക്സ്പെരിമെൻ്റൽ സ്വഭാവം ഉള്ളതാണ്. അത് പക്ഷേ പാളിപ്പോയി. ഇതങ്ങനെ ആവാതിരിക്കട്ടെ. എനിക്കതിലും ഭയങ്കര പ്രതീക്ഷയുണ്ട്. മൂന്നാമത്തെ സിനിമ ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. അൽത്താഫ് സലീം ഞണ്ടുകളുടെ നാട്ടിലെ ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻറ്റ്. പിന്നെ ഒരു കിടിലം കാസ്റ്റാണ്. നായികയായിട്ട് കല്യാണി പ്രിയദർശൻ, വിനയ് ഫോർട്ട്, ലാല്, സുരേഷ് കൃഷ്ണ, അനുരാജ്, അടിപൊളി കാസ്റ്റാണ്. റോം കോം ജോണറാണ് ഇതിൻ്റെ. എൻ്റെ ഫേവറേറ്റ് ജോണറാണ് റോം കോം, റൊമാൻറ്റിക് കോമഡി. ഫസ്റ്റ് ലുക്കൊക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു. കളർഫുൾ സിനിമയാണ്, ഹൃദയപൂർവ്വം. അതിനുശേഷം ഇതായിരിക്കും ഫാമിലിയുടെ ചോയ്സ്, അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ 3 സിനിമകൾ തമ്മിലാണ് ടൈറ്റ്. ഈ 3 സിനിമകളിൽ ഏതിന് നെഗറ്റീവ് വന്നാൽ പോലും ഇതിലേതെങ്കിലും ഒന്നേ കപ്പടിക്കൂ. പക്ഷേ ഏതടിക്കും എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇതിൽ 3-ന് കൂടുതൽ ബെറ്റർ റിവ്യൂ വരുന്ന ഏതിനൊന്ന് ഉള്ളതുപോലെ ഇരിക്കും. ഇത് സെപ്റ്റംബർ 4-നാണ്, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ മറ്റേതായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. 140 ദിവസമാണ് ഷൂട്ട് ചെയ്തത്. അതെന്താണ് ഒരു റോം കോം സിനിമ 140 ദിവസത്തെ ഷൂട്ടിലിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് കാണാൻ വെയിറ്റിംഗ് ആണ്. 4-മത്തെ സിനിമ ബൾട്ടി എന്ന് പറയുന്ന സിനിമയാണ്. ഷെയ്ൻ നിഗത്തിൻ്റെ സ്പോർട്സ് ആക്ഷൻ സിനിമയാണ്. പ്രോപ്പർ എൻ്റർടൈനറാണ്. ശന്തനു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഏഞ്ചൽ ജോണിലൊക്കെയുള്ള. അപ്പോൾ ആദ്യം ശന്തനു മലയാളത്തിലേക്ക് വീണ്ടും എത്തുന്നു എന്നൊരു രീതിയിൽ മാത്രമാണ് പ്രൊമോഷൻ ചെയ്തത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പാണ് നമ്മൾ അറിഞ്ഞത്. അന്നേ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു ബൾട്ടി ഓണമെന്ന്. ഓണത്തിന് പടമുണ്ട്. ഓഗസ്റ്റ് 29-നോ അല്ലെങ്കിൽ സെപ്റ്റംബർ 5-നോ ആയിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. പിന്നെ സംവിധായകൻ ഉണ്ണി ശിവലിംഗമാണ്. ബൈലിംഗ്വൽ ആണ്, തമിഴിലും കൂടെ ചേർന്നാണ് ഇറങ്ങുന്നത്. മലയാളത്തിലും തമിഴിലും ആയിട്ടാണ് ഇറങ്ങുന്നത്. ഒറ്റയടിക്ക് തന്നെ ഇതിൽ ആൾക്കാർ ഈ സിനിമ ഉണ്ടെന്ന് അറിഞ്ഞു. കാരണം ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായി അഭ്യങ്കറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും ഇറങ്ങാതെ തന്നെ അദ്ദേഹത്തിന് 7-8 സിനിമകൾ അദ്ദേഹത്തിൻ്റെ പൈപ്പ് ലൈനിലുണ്ട്. അപ്പോൾ ഇവരത് അടിപൊളിയായിട്ട് മോഹൻലാലിനെ കൊണ്ട് അദ്ദേഹത്തെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ച് അതിന് പ്രീ അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുത്ത് വൈറലാക്കി ആൾക്കാർക്ക് ഇപ്പോൾ ഈ സിനിമ ഉണ്ടെന്ന് അറിയാം. പിന്നെ ഇതിൻ്റെ ഒരു 1 മിനിറ്റ് ഗ്ലിംസ് ഇറങ്ങിയായിരുന്നു. അതും ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. കബഡിയുടെയും പിന്നെ ഷെയ്ൻ നിഗത്തിൻ്റെ ലുക്കൊക്കെ മാറ്റിയൊരു സ്വാഗുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കും മറ്റേ സിനിമകളുടെ അത്രയും സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഇത് ക്വാളിറ്റി സിനിമയാണെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരിടുന്ന എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത്രയും ഒരു ചെറിയ സിനിമയായിട്ട് പോലും അവർ അത്രയും അടിപൊളിയായിട്ട് തന്നെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വർക്കും ആയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. അടുത്ത 5-മത്തെ സിനിമ മലയാളത്തിൽ നിന്നുള്ള അവസാനത്തെ സിനിമ മേനെ പ്യാർ കിയ എന്ന് പറയുന്ന സിനിമയാണ്. ഇതൊരു പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് സിനിമയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു റൊമാൻറ്റിക് സിനിമയല്ല. ഒരു റൊമാൻസ് പാർട്ടാവാം, പക്ഷേ മെയിനായിട്ട് ഇതൊരു ഫ്രണ്ട്ഷിപ്പും പിന്നെ അതുപോലെ തന്നെ വയലൻസും ക്രൈമും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ഡാർക്ക് പരിപാടി അല്ലെങ്കിലും കോമഡിയുടെ പരിപാടിയിലൂടെ പറയുന്ന ഒരു ക്രൈം പരിപാടിയാണ്. പോസ്റ്ററൊക്കെ കണ്ടാലേ അറിയാം, കുറച്ചൊക്കെ ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീതി മൂന്നൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമയാണ്. അതിനുശേഷം പുള്ളിക്കാരി ഇപ്പം നിവിൻ പോളിയുടെ സർവ്വമായയിൽ അഭിനയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഹൃദു ഹാരോൺ കിഡിലൻ ആക്ടറാണ്. മുറയിലും ഓൾ വി ഇമാജിൻ ഫ്ലൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് നായകൻ. പിന്നെ ഒരു കൂട്ടം യൂട്യൂബിലെ ആൾക്കാരുണ്ട്. അർജു ഉണ്ട്, നമ്മുടെ ആവേശത്തിലെ കുട്ടിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ അഷ്കർ അലി, ആസിഫ് അലിയുടെ അനിയൻ അഷ്കർ അലി JSKയിലും ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയിലും പുള്ളിയുടെ ഒരു കംബാക്കിൽ ഉള്ള സിനിമയാണിത്. കൂടുതലൊന്നും അറിയത്തില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ആ ഒരു പോസ്റ്റർ മാത്രമാണ് ഇറങ്ങിയത്. ആ പോസ്റ്റർ വെച്ചാണ് ഡീകോഡ് ചെയ്തത്. കാസ്റ്റിംഗ് ഒക്കെ ചെറുതാണ്, പക്ഷേ എവിടെയൊക്കെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 5 മലയാള സിനിമകൾ. 6-മത്തെ സിനിമ ഞാൻ പറഞ്ഞ തമിഴ് സിനിമ മധുരാശി എന്ന് പറഞ്ഞ സിനിമയാണ്. ശിവകാർത്തികേയൻ്റെ സിനിമയാണ്. AR മുരുകദാസാണ് സംവിധായകൻ. ശിവകാർത്തികേയൻ ഒരു തുപ്പാക്കി ആവുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശിവകാർത്തികേയൻ തുപ്പാക്കി ആവുമോ എന്നതിലുപരി AR മുരുകദാസിന് ഒരു തുപ്പാക്കി ആവുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ശിവകാർത്തികേയൻ ഇപ്പോൾ അവസാനം ഇറങ്ങിയ അമരൻ വൻ ഹിറ്റായിരുന്നു. പക്ഷേ AR മുരുകദാസിൻ്റെ കാര്യം അങ്ങനെയല്ല. പുള്ളിയുടെ പടങ്ങളെല്ലാം ഫ്ലോപ്പായിരുന്നു. പക്ഷേ തുപ്പാക്കിക്ക് മുമ്പ് പുള്ളിയുടെ പടങ്ങളൊക്കെ ഹിറ്റായിരുന്നു. പക്ഷേ തുപ്പാക്കി ഒരു എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് ഡബിൾ ബ്രേക്ക് ത്രൂ ആയിരുന്നു. ഇതും അതുപോലെ ആവട്ടെ അദ്ദേഹത്തിന്. കിടിലൻ കാസ്റ്റിംഗ് ആണ്. വിദ്യുത് ജമ്മാലാണ് ഇതിലെയും വില്ലൻ. തുപ്പാക്കി ആവർത്തിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ജോണറും അത് തന്നെയാണ്. ആക്ഷനാണ് മെയിൻ. അതിൽ കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. രുക്മിണി വസന്താണ് സപ്തസാഗരതയിലൊക്കെ രുക്മിണി വസന്താണ് നായിക. ബിജു മേനോൻ ഒരു കീ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശിവകാർത്തികേയൻ്റെ മേളിലുള്ള സുപ്പീരിയറായിട്ട്. തുപ്പാക്കിയിലെ ജയറാമിനെ പോലെ കോമഡി അല്ല എന്നാണ് മനസ്സിലായത് ടീസർ കണ്ടത് വെച്ചിട്ട്. സീരിയസ് റോളാണ്.
ഒരു പ്രോപ്പർ ക്രൈം ആക്ഷനാണ് പരിപാടി, ഒരു ബിഗ് സ്കെയിൽ പരിപാടിയാണ്. ടീസർ എനിക്ക് അത്ര സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയില്ല, എന്തൊക്കെയോ ഒരു മടുപ്പ് തോന്നി. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലൊരു തോട്ടുണ്ട്. കാരണം ARM ഇതിന് പാരലലി ഇതും ഒരു ഷെഡ്യൂൾ ചെയ്യുന്നു, അപ്പുറത്ത് പോയി അടുത്ത് ചെയ്യുന്നതാണ് നമ്മുടെ സിക്കന്ദർ ഇറങ്ങി 16 അല്ല പൊട്ടി. ഇതിന് മുമ്പ് ഇങ്ങനെ ചെയ്ത ആൾ ശങ്കറാണ്. ഇന്ത്യൻ 2ഉം ഗെയിം ചേഞ്ചറും ചെയ്തു. അത് രണ്ടും ഏത് ലെവലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആവാതിരിക്കട്ടെ, ശിവകാർത്തികേയൻ നല്ല പടങ്ങളെ ചെയ്യൂ. അപ്പം AR മുരുകദാസിൻ്റെ ഒരു പ്രൈം പരിപാടി ആവട്ടെ ഈ സിനിമ എന്ന് ആഗ്രഹിക്കുന്നു. ആസ് ഓഫ് നൗ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ലാസ്റ്റ് സിനിമ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഹൊറർ ഫ്രാഞ്ചൈസി ഏതെന്ന് വെച്ചാൽ ഒരു തർക്കമില്ല, അത് കോൺജറിങ് ആണ്. നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരും ഒരു ഇംഗ്ലീഷ് പ്രേതപ്പടം പറഞ്ഞാൽ കോൺജറിങ് ആണ് പറയുന്നത്. അവരുടെ ലാസ്റ്റ് സിനിമ, ആ ഫ്രാഞ്ചൈസ് അവർ വലുതാക്കി, അനബെല്ല ഇറക്കി, ഇറക്കി, അതിൻ്റെ തന്നെ പല പാർട്ട് ഇറക്കി. അതുകൊണ്ട് തന്നെ പൊതുവെ ആ ഒരു പേര് ഇച്ചിരി കുറഞ്ഞു. കാരണം അവസാനം ഇറങ്ങിയ പടങ്ങളൊക്കെ മോശമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കുറേയായിട്ട് എനിക്ക് തോന്നുന്നത് കോൺജറിങ്ങിൻ്റെ തന്നെ തേർഡ് പാർട്ടാണ്. OTT ആണ് ഇറങ്ങിയത് ആ കോവിഡ് ടൈമിൽ. ഒരു വകയ്ക്ക് കൊള്ളാത്ത സിനിമയായിരുന്നു ഇത്. പക്ഷേ അവരുടെ ലാസ്റ്റാണ്. എഡിൻ്റെ ലൊറൈൻ്റെ അവസാന ഇൻവെസ്റ്റിഗേഷൻ ആവാനാണ് ചാൻസ് എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടൊരു കിടിലൻ കേസായിരിക്കും അവർ ഇറക്കുന്നത്. അത് നന്നായിട്ട് എന്തായാലും മേക്കിങ്ങിൽ അവർ പിടിക്കുമെന്നറിയാം. കഥ മാത്രം നന്നായാൽ മതി, സ്ക്രീൻ പ്ലേ നന്നായാൽ മതി. അതങ്ങനെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും പോവും, ഒരു പ്രതീക്ഷ ഉണ്ട്. ലാസ്റ്റ് പാർട്ട് മോശമാണെന്ന് പറഞ്ഞാലും അവസാനം ഇറങ്ങിയ സിനിമകൾ രണ്ടായാലും അന്നബെല്ലയുടെ ഒക്കെ കുറേ അവർ കയറി പോയിട്ട് ഒന്നും നമുക്ക് കാണാൻ തോന്നാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാലും കോൺജറിങ് എന്നുള്ള ആ പേരിനൊരു വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും കണ്ടിരിക്കുന്നില്ല, എല്ലാ സിനിമയും ഞാൻ കാണും. ഒരു പ്രതീക്ഷ കുറച്ച് കൂടുതലുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഇത്രയും സിനിമകളാണ്, ഈ 7 സിനിമകളാണ് ഈ ഓണത്തിന് ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ ഇറങ്ങുന്നത്. കൂടാതെ ഇനിയും ഓണമായതൊക്കെ കൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ചെറിയ സിനിമകളൊക്കെ ചിലപ്പോൾ അനൗൺസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ വീഡിയോ ചെയ്യാം. ഈ ഒരു സിനിമകൾ എൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഓടും കുതിര ചാടും കുതിരയാണ്. അൽത്താഫ് സലീമിൻ്റെ സിനിമ, ഫഹദ് ഫാസിലിൻ്റെ സിനിമ, അവരുടെ കാസ്റ്റ്, പോസ്റ്റർ, എല്ലാത്തിലുപരി എൻ്റെ ഫേവറേറ്റ് ജോണറാണ് റോംകോം. രണ്ടാമത് എനിക്ക് പ്രതീക്ഷ ഹൃദയപൂർവ്വമാണ്. ലാലേട്ടൻ്റെ സിനിമ, സത്യനന്ദിക്കാടിൻ്റെ സിനിമ, കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഫാമിലി സിനിമ, അതാണ്. മൂന്നാമത് ലോക. ഇത് മൂന്നും നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ ലോക ഇതിൽ മൂന്നാമതാവാനുള്ള കാരണം അതൊരു ഹിറ്റ് ഓർ മിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹിറ്റായ വൻ കൊളുത്ത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ മടുപ്പാവാനും ആ ഒരു ഞാണിന്മേലുള്ള കളിയാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നിലേതിലും ഒരെണ്ണേ കപ്പടിക്കൂ, അത് ഉറപ്പാണ്. ഇതിൽ മൂന്നിലേതിലും ഒന്നേ കപ്പടിക്കൂ. പിന്നെ എനിക്ക് പ്രതീക്ഷ ഉള്ളത് ബൾട്ടി. ഇപ്പോൾ ബാക്കി കോൺജറിങ്ങൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ബൾട്ടി ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അതിൻ്റെ പ്രൊമോസൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി. ഒരിക്കലും അത് കളക്ഷനും ഒന്നും അടിക്കത്തില്ലായിരിക്കും. അത് വേറൊന്നുമില്ല, അടിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ അറിയാം, ഈ ബിഗ് സ്കെയിൽ ടിക്കറ്റ് പടമുള്ളപ്പം എത്ര പോസിറ്റീവ് വന്നാലും അങ്ങനത്തെ ഒരു പടത്തിന് ഇച്ചിരി പാടാണ്. നോക്കാം നമുക്ക് ഏതായാലും. RDX ഒക്കെ അടിച്ച പോലെ അതൊരു മൾട്ടി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ RDX അടിച്ചെങ്കിൽ എന്നാൽ പിന്നെ മൾട്ടി അടിക്കാൻ മേലെന്ന് ചോദിച്ചാൽ, RDX ഒരു മൾട്ടി സ്റ്റാറായിരുന്നു. പിന്നെ ഒരു ആക്ഷൻ, പ്രോപ്പർ ഒരു ബിഗ് സ്കെയിൽ പരിപാടിയായിരുന്നു. ഇത് അത്ര ബിഗ് സ്കെയിൽ പരിപാടിയൊന്നും അല്ല, ഒരു സ്പോർട്സ് സിനിമയല്ലേ. നന്നാവട്ടെ, കപ്പടിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷെ ചാൻസ് കുറവാണ്. അഞ്ചാമത് കോൺജറിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ് കാരണം, ആ ഫ്രാഞ്ചൈസിൻ്റെ ഒരു വില തന്നെ. ആറാമത് മദരാശി. എത്രയൊക്കെ ARM ഫൊമൂട്ടെന്ന് പറഞ്ഞാലും അത് ARM ആണ്, അതൊരു ബ്രാൻഡാണ്. പിന്നെ ശിവകാർത്തികേയൻ, ബിജു മേനോൻ, വിദ്യുത് ജംവാൽ, ആക്ഷൻ പരിപാടി, ബിഗ് സ്കെയിൽ പരിപാടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് സ്ക്രീൻ കിട്ടുന്ന മദരാശിക്ക് തന്നെ ആവാം. പക്ഷേ ഞാൻ എന്തായാലും പോയി കാണും. ലാസ്റ്റാണ് മേനെ പ്യാർ കിയ. നല്ല സിനിമ കേട്ടെ, കുഞ്ഞു സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവർ ചെയ്യുന്ന പ്രൊമോഷൻ ആയാലും കാസ്റ്റിംഗ് ആയാലും ഒക്കെ ഒരു പോസിറ്റീവ് നോട്ട് ഉണ്ട്. പക്ഷേ സ്റ്റിൽ കളക്ഷൻ ഏറ്റവും കുറവടിക്കാൻ ചാൻസ് മേനെ പ്യാർ കിയ തന്നെയാണ്. പിന്നെ അതിൻ്റെ ജോണർ ക്രൈം കോമഡിയൊക്കെ ആയതുകൊണ്ട് ഈ ക്രൈം കോമഡി നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭയങ്കര അലോസരപ്പെടുത്തും. നമുക്ക് ഒരു രക്ഷയില്ലാതെ ഒരു ഫീല്, നമുക്കൊന്ന് ഇറങ്ങിപ്പോയാൽ ആ ഒരു ഫീലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതെ നല്ലൊരു പരിപാടി ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഓണത്തിന് ഇറങ്ങുന്നത്. വീഡിയോ ഭയങ്കര ലെങ്തായി പോയെന്നറിയാം, 5 മിനിറ്റ് തീർക്കണമെന്ന് കരുതുകയാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പം വലിയ കാര്യത്തിലങ്ങ് സംസാരിച്ചു പോയി, അതാണ് പറ്റിയത്, ക്ഷമിക്കുക. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഏതിനാണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് കപ്പടിക്കാൻ ചാൻസുള്ള ഏതാണെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.